നമസ്കാരം, മഷ്നോട്ടത്തിലേക്ക് സ്വാഗതം. ആദ്യം പ്രധാന വാർത്തകൾ. മലബാർ TMT 500D സ്റ്റീൽ ബാർസ്. തെരഞ്ഞെടുപ്പ് കാലത്ത് കേരളത്തിൽ മദ്യദുരന്ത സാധ്യതയെന്ന് എക്സൈസ് കമ്മീഷണർ. അതിർത്തി കടന്ന് വ്യാജമദ്യമൊഴുകും. സ്പിരിറ്റ് കടത്ത് തടയാൻ സത്വര നടപടി. തെരഞ്ഞെടുപ്പിലെ മദ്യഉപഭോഗത്തിന് കർശന നിയന്ത്രണം. തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിനിടെ CPIM-നെ കുഴക്കി പ്രമേയ വിവാദം. അഭിപ്രായം പറയുമ്പോൾ ഇടതു നേതാക്കൾ സൂക്ഷിക്കണമെന്ന് VS-ന്റെ ഫേസ്ബുക്ക് പോസ്റ്റ്. ഉദ്ദേശിച്ചത് തന്നെയല്ലെന്ന് പിണറായി. നിലപാടിൽ മാറ്റമില്ല. കേരളത്തിൽ തെരഞ്ഞെടുപ്പ് അംഗം മുറുകുന്നു. നാമനിർദ്ദേശ പത്രികാ സമർപ്പണം നാളെ മുതൽ. കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷൻ നാളെ വിജ്ഞാപനം പുറത്തിറക്കും. പത്രിക സമർപ്പിക്കാനുള്ള അവസാന തീയതി ഈ മാസം 29. പശ്ചിമബംഗാളിലെ മൂന്നാംഘട്ട പോളിംഗ് 80% കടന്നു. വോട്ടെടുപ്പിനിടെ വ്യാപക അക്രമം. ബോംബാക്രമണത്തിൽ CPIM പ്രവർത്തകൻ കൊല്ലപ്പെട്ടു. തെരഞ്ഞെടുപ്പ് അടുത്ത സാഹചര്യത്തിൽ കേരളത്തിൽ മദ്യദുരന്തത്തിന് സാധ്യതയുണ്ടെന്ന് ഉത്തരമേഖല എക്സൈസ് കമ്മീഷണർ അനിൽ സേവ്യർ. തെരഞ്ഞെടുപ്പിനിടെ അതിർത്തി കടന്ന് വ്യാജമദ്യവും സ്പിരിറ്റും ഒഴുകുന്നത് തടയാനുള്ള പ്രവർത്തനങ്ങൾ എക്സൈസ് വകുപ്പ് തുടങ്ങിക്കഴിഞ്ഞുവെന്നും അദ്ദേഹം കോഴിക്കോട് വ്യക്തമാക്കി. തെരഞ്ഞെടുപ്പ് എടുക്കുമ്പോൾ മദ്യവും ലഹരി വസ്തുക്കളും സ്വർണവുമൊക്കെ കേരളത്തിലേക്ക് അതിർത്തി കടക്കുകയാണെന്നാണ് എക്സൈസ് കമ്മീഷണർ പറയുന്നത്. പൊതുവിലുള്ള സാഹചര്യത്തെ അപേക്ഷിച്ച് തെരഞ്ഞെടുപ്പിനിടെയാണ് ഇത്തരം നിയമവിരുദ്ധ പ്രവർത്തനങ്ങളെല്ലാം അധികരിക്കുന്നത്. സംസ്ഥാനത്ത് ബാറുകളില്ലാത്തതിനാൽ വ്യാജനും സ്പിരിറ്റുമൊക്കെ കേരളത്തിലേക്ക് ഒഴുകാനുള്ള സാധ്യത കണക്കിലെടുത്ത് എക്സൈസ് വകുപ്പ് പ്രവർത്തനങ്ങൾ ഊർജിതമാക്കിയിട്ടുണ്ട്. സ്പിരിറ്റും വ്യാജമദ്യവും നമ്മുടെ സ്റ്റേറ്റിലേക്ക് കടന്നു വരുന്നതിനുള്ള സാധ്യത കൂടുതലാണ്. അതൊക്കെ മുൻകൂട്ടി കണ്ടുകൊണ്ട് തന്നെ കഴിഞ്ഞ ഒരു മാസക്കാലമായിട്ട് സ്പെഷ്യൽ ഡ്രൈവ് ഡിക്ലെയർ ചെയ്ത് എല്ലാ എക്സൈസ് ഉദ്യോഗസ്ഥരും ഫീൽഡ് ലെവലിൽ ഊർജിതമായ പ്രവർത്തനം നടത്തിക്കൊണ്ടിരിക്കുകയാണ്. അടച്ചുപൂട്ടിയ ബാറുകളിൽ പലതും 5 സ്റ്റാർ പദവികൾക്ക് ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. എന്നാൽ ഇവയ്ക്കൊന്നും ലൈസൻസ് നൽകില്ലെന്നാണ് മദ്യനയം വ്യക്തമാക്കിക്കൊണ്ട് ഉമ്മൻചാണ്ടി സർക്കാർ അറിയിച്ചത്. ഈ നയം പൂർണ്ണമായും എക്സൈസ് ഡിപ്പാർട്ട്മെന്റ് നടപ്പിലാക്കും. ഉത്തരമേഖലാ പരിധിയിൽ ഒരു ബാറിന്റെ അപേക്ഷ ഇത്തരത്തിൽ കമ്മീഷണർക്ക് ലഭിക്കുകയും ചെയ്തു. അതേസമയം ബാർ സംബന്ധിച്ച വിശദാംശങ്ങൾ കമ്മീഷണർ വ്യക്തമാക്കിയിട്ടില്ല. റിപ്പോർട്ടർ, കോഴിക്കോട്. തെരഞ്ഞെടുപ്പ് ചൂടിനിടയിൽ ഇന്നത്തെ ചൂടൻ വാർത്ത VS പിണറായി മറുപടികളായിരുന്നു. VS വിരുദ്ധ പ്രമേയത്തിൽ തുടങ്ങിയ വിവാദം ഇന്നത്തെ തെരഞ്ഞെടുപ്പ് ദിനത്തെയും ശ്രദ്ധേയമാക്കി. പിണറായിക്ക് VS മറുപടി പറയുമോ എന്നതായിരുന്നു രാവിലെ മുതൽ ഏവരും ഉറ്റുനോക്കിയത്. കണ്ണൂർ പ്രസ് ക്ലബിലെ മുഖാമുഖം റദ്ദാക്കിയെന്ന വാർത്തയാണ് ആദ്യമെത്തിയത്. ധർമ്മടത്തെത്തിയ VS ആകട്ടെ പിണറായിക്ക് സ്വതസിദ്ധമായ ശൈലിയിൽ വോട്ട് ചോദിച്ചു. സമയം 1 മണിയാകുമ്പോഴേക്കും ഫേസ്ബുക്കിൽ ആദ്യ കുറിപ്പെത്തി. ഇടതുപക്ഷ നേതാക്കൾ സൂക്ഷിച്ചു വേണം അഭിപ്രായ പ്രകടനങ്ങൾ നടത്താനെന്ന്. ആ സമയം കൊല്ലത്തുണ്ടായിരുന്ന പിണറായി ആകട്ടെ VS ഉദ്ദേശിച്ചത് തന്നെയല്ല എന്ന് പറഞ്ഞൊഴിഞ്ഞു. ബ്രേക്കിംഗ് ന്യൂസുകൾ തകർക്കവേ വിശദീകരണം വന്നു. തന്റെ പോസ്റ്റ് പൊടിപ്പും തൊങ്ങലും ചേർത്താണ് മാധ്യമപ്രവർത്തകർ റിപ്പോർട്ട് ചെയ്തതെന്ന് VS-ന്റെ വിശദീകരണ കുറിപ്പ്. കൂടെ മാധ്യമപ്രവർത്തകർക്ക് ഒരു ഉപദേശവും: മനസ്സിരുത്തി ഫേസ്ബുക്ക് പോസ്റ്റ് വായിക്കണമെന്ന്. രാവിലെ സുധീരനും കോടിയേരിയും നടത്തിയ അഭിപ്രായ പ്രകടനങ്ങളും വിവാദം ചൂടുപിടിപ്പിച്ചിരുന്നു. ഇലക്ഷൻ ഡെസ്ക്, റിപ്പോർട്ടർ. തെരഞ്ഞെടുപ്പിൽ LDF-ന്റെ പ്രകടന പത്രിക മാത്രം നോക്കിയാൽ പോരാ. LDF മുൻപ് ഭരിച്ചപ്പോഴുണ്ടായ സാഹചര്യങ്ങൾ കൂടി പരിശോധിക്കണമെന്ന് മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടി. അക്രമവും കൊലപാതക രാഷ്ട്രീയവും പിന്തുടരുന്നത് ഒരു രാഷ്ട്രീയ പാർട്ടിക്ക് ചേർന്നതാണോ എന്നും അദ്ദേഹം ചോദിച്ചു. നെയ്യാറ്റിൻകര സ്ഥാനാർത്ഥി R. ശിൽവരാജിന്റെ തെരഞ്ഞെടുപ്പ് കൺവെൻഷൻ ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു മുഖ്യമന്ത്രി. നവകേരളം കെട്ടിപ്പടുക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് UDF പ്രകടന പത്രിക പുറത്തിറക്കിയിരിക്കുന്നത്. ഇടതുപക്ഷത്തിന്റെ ഭരണകാലത്ത് 5 വർഷം പാഴാക്കി. അതേസമയം 5 വർഷം വികസനത്തിന്റെ വാതിലുകളാണ് UDF തുറന്നിട്ടിരിക്കുന്നതെന്നും മുഖ്യമന്ത്രി പറഞ്ഞു. ഒരു നവകേരളം കെട്ടിപ്പടുക്കുക എന്നുള്ള വലിയ ലക്ഷ്യത്തോടു കൂടിയാണ് നമ്മൾ ആ പ്രകടന പത്രിക ഇറക്കിയിരിക്കുന്നത്. ഇടതുപക്ഷ ഗവൺമെന്റ് എന്താ ചെയ്തത്? ഒന്നും ചെയ്തില്ല. അവർ 5 കൊല്ലം പാഴാക്കി. LDF-നെതിരെ രൂക്ഷമായ വിമർശനങ്ങൾ മുഖ്യമന്ത്രി ഉന്നയിച്ചു. എല്ലാത്തിനെയും എതിർക്കുന്ന നിഷേധാത്മകമായ നയമാണ് മാർക്സിസ്റ്റ് പാർട്ടി എന്നും തുടരുന്നത്. അതുമാത്രമോ, അക്രമ രാഷ്ട്രീയം, കൊലപാതക രാഷ്ട്രീയം. ഒരു രാഷ്ട്രീയ പാർട്ടിക്ക് ഈ മുഖം നല്ലതാണോ? നിങ്ങൾ ആലോചിക്കണം. രാഷ്ട്രീയ പാർട്ടികൾ തമ്മിൽ മത്സരിക്കണം. തെരഞ്ഞെടുപ്പിൽ ശക്തി പരീക്ഷണം നടത്താം. അല്ലാത്ത അവസരങ്ങളിൽ മത്സരിക്കണം. ആർക്കാണ് ജനങ്ങൾക്ക് വേണ്ടി
കൂടുതൽ നന്മ ചെയ്യാൻ സാധിക്കുന്നു. ജനങ്ങളെ തമ്മിലടിപ്പിച്ച് രാഷ്ട്രീയ നേട്ടത്തിനു വേണ്ടിയാണ് കേന്ദ്ര ഗവൺമെന്റ് പ്രവർത്തിക്കുന്നത്. ഇതിനോട് ഒരിക്കലും യോജിക്കാനാകില്ല എന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. റിപ്പോർട്ടർ, തിരുവനന്തപുരം. മൈക്രോ ഫിനാൻസ് വായ്പാ പ്രശ്നത്തിൽ LDF നേതാക്കൾ കള്ളപ്രചാരണം നടത്തി മുതലെടുപ്പിന് ശ്രമിക്കുകയാണെന്ന് BDJS അധ്യക്ഷൻ തുഷാർ വെള്ളാപ്പള്ളി മാവുങ്കാലിൽ NDA മണ്ഡലം കൺവെൻഷൻ ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു തുഷാർ. ഇടതു വലത് മുന്നണികളെ രൂക്ഷമായി വിമർശിച്ചുകൊണ്ടാണ് തുഷാർ വെള്ളാപ്പള്ളി കൺവെൻഷനിൽ സംസാരിച്ചത്. കേരള കോൺഗ്രസ്, മുസ്ലിം ലീഗ് തുടങ്ങിയ വർഗീയ കക്ഷികളാണ് UDF സഖ്യത്തിലുള്ളതെന്ന് തുഷാർ വെള്ളാപ്പള്ളി പറഞ്ഞു. തീവ്രവാദം പറയുന്ന INL, മദനിയുടെ PDP പോലുള്ള കക്ഷികളെയും LDF കക്ഷത്തിൽ വെച്ചിരിക്കുന്നു. ഇവരാണ് കേരളത്തിൽ ജാതിമത സ്പർദ്ധ വളർത്തുന്നതെന്നും തുഷാർ വെള്ളാപ്പള്ളി പറഞ്ഞു. കൊല്ലം വെടിക്കെട്ടിന്റെ പശ്ചാത്തലത്തിൽ പ്രധാനമന്ത്രിയുടെ സന്ദർശനത്തെ രൂക്ഷമായി വിമർശിച്ച ചില മാധ്യമങ്ങൾ നേപ്പാളിൽ ദുരന്തമുണ്ടായപ്പോൾ 4 മണിക്കൂറിനകം സൈന്യത്തെ അയച്ചതിനെക്കുറിച്ച് മിണ്ടാതിരിക്കുകയായിരുന്നുവെന്നും തുഷാർ പറഞ്ഞു. കാസർഗോഡ് ജില്ലയിൽ BDJS മത്സരിക്കുന്ന കാഞ്ഞങ്ങാട് മണ്ഡലത്തിൽ MP രാഘവന്റെ തിരഞ്ഞെടുപ്പ് പ്രചരണ കൺവെൻഷനിൽ പങ്കെടുത്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. റിപ്പോർട്ടർ, കാസർഗോഡ്. വോട്ട് നേടാൻ സ്ഥാനാർത്ഥികൾ പല വഴിയും തേടും. ബസ്സിലും ട്രെയിനിലും പോരാഞ്ഞിട്ട് സൈക്കിളിലും വരെ സഞ്ചരിച്ചാണ് എറണാകുളത്തെ LDF സ്ഥാനാർത്ഥി M അനിൽകുമാർ വോട്ട് തേടുന്നത്. പദയാത്രയിലൂടെയാണ് ഹൈബി ഈഡന്റെ വോട്ടുപിടുത്തം. ഒരു വോട്ട് കീശയിലാക്കണമെങ്കിൽ എന്തെല്ലാം ത്യാഗം സഹിക്കണം സ്ഥാനാർത്ഥികൾ. തന്ത്രവും കുതന്ത്രവും മെനയണം. ഒപ്പം കുറച്ച് ചെപ്പടി വിദ്യകളും കളത്തിലിറക്കണം. സൈക്കിൾ ചവിട്ടിയും ട്രെയിനിലും ബസ്സിലുമെല്ലാം യാത്ര ചെയ്തുമാണ് എറണാകുളത്തെ ഇടതു സ്ഥാനാർത്ഥി M അനിൽകുമാറിന്റെ തിരഞ്ഞെടുപ്പ് പ്രചാരണം. വോട്ടഭ്യർത്ഥനയല്ല ലക്ഷ്യം, പകരം സൈക്കിളിലുള്ള തന്റെ പതിവ് സവാരി മാത്രമാണിതെന്ന് അനിൽകുമാർ പറയുന്നു. മെട്രോ നഗരത്തിൽ സൈക്കിൾ ഓട്ടുന്നതിന് 2-3 ഉദ്ദേശങ്ങളുണ്ട്. ഒന്ന്, സൈക്കിൾ സവാരി എന്നുള്ളത് നമ്മുടെ നഗരത്തിൽ പ്രൊമോട്ട് ചെയ്യപ്പെടേണ്ട ഒരു പ്രധാനപ്പെട്ട ഒരു വാഹന ഗതാഗത സൗകര്യമാണെന്ന് വിശ്വസിക്കുന്ന ഒരാളാണ് ഞാൻ. അപ്പം നമ്മുടെ മണ്ഡലത്തിലെ വികസന പ്രവർത്തനങ്ങൾ പൂർത്തീകരിക്കപ്പെടണമെങ്കിൽ ഒരു സൈക്ലിംഗ് ട്രാക്ക് വളരെ അത്യാവശ്യമാണ്. ഇൻഫോസിസ് ക്യാമ്പസിനകത്ത് ശ്രീ നാരായണമൂർത്തി വളരെ മുമ്പേ തന്നെ അദ്ദേഹം ഉൾപ്പെടെ സൈക്കിൾ ഓട്ടുമായിരുന്നു. അപ്പോൾ ഇതൊരു ബദൽ വികസന കാഴ്ചപ്പാട് എന്ന നിലയിൽ തന്നെയാണ് ഞാനിത് ഉയർത്തിക്കൊണ്ടിരുന്നത്. അനിൽ സൈക്കിൾ ചവിട്ടിയും ട്രെയിൻ യാത്ര ചെയ്തും വോട്ട് തേടുമ്പോൾ എതിരാളി ഹൈബി ഈഡൻ മണ്ഡലത്തിലുടനീളം പദയാത്ര നടത്തുകയാണ്. സഹിൻ ആന്റണി, റിപ്പോർട്ടർ, കൊച്ചി. ഇക്കുറി ചൂടേറിയ പോരാട്ടം നടക്കുന്ന പാലായിൽ KM മാണിയെ അട്ടിമറിക്കുമെന്നാണ് ഇടതു സ്ഥാനാർത്ഥി മാണി C കാപ്പൻ പറയുന്നത്. കഴിഞ്ഞ 2 തെരഞ്ഞെടുപ്പിലും KM മാണിയുടെ ഭൂരിപക്ഷം കുറയ്ക്കാനായതിന്റെ ആത്മവിശ്വാസത്തിലാണ് കാപ്പൻ. പാലാ മണ്ഡലം രൂപീകരിച്ച അന്നു മുതൽ ഇന്നുവരെ MLA ആയിരുന്നിട്ടും പാലായ്ക്ക് വേണ്ടി കാര്യമായിട്ടൊന്നും ചെയ്യാൻ മാണിക്ക് കഴിഞ്ഞിട്ടില്ലെന്നും മാണി C കാപ്പൻ പറയും. 1965 പാലാ മണ്ഡലം രൂപം കൊണ്ടത്. അന്നു മുതൽ ഇന്നുവരെ KM മാണി അഥവാ മാണി സാറാണ് പാലായുടെ MLA. 12 തവണ അംഗം ജയിച്ച് 13ാം തവണയും മത്സരത്തിനിറങ്ങുന്ന KM മാണിയെ നേരിടുന്നത് മാണി C കാപ്പനാണ്. ഇത് 3ാം തവണയാണ് മാണി C കാപ്പൻ KM മാണിയുമായി മാറ്റിവെക്കുന്നത്. 2006 തെരഞ്ഞെടുപ്പിൽ 7753 വോട്ടിനാണ് കാപ്പൻ KM മാണിയോട് പരാജയപ്പെട്ടത്. എന്നാൽ ഇക്കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ മാണിയുടെ ഭൂരിപക്ഷം 5259 കുറയ്ക്കാനും കാപ്പന് കഴിഞ്ഞു. ഇക്കുറി പാലായുടെ ചരിത്രത്തിലാദ്യമായി അട്ടിമറി നടക്കുമെന്നാണ് മാണി C കാപ്പന്റെ അവകാശവാദം. ബാർക്കോഴയും റബ്ബർ ഉൾപ്പെടെയുള്ള കാർഷികോൽപ്പന്നങ്ങളുടെ വിലയിടിവുമാണ് ഇടതുപക്ഷത്തിന്റെ പ്രധാന പ്രചരണായുധങ്ങൾ. പാലായിൽ ഇത്രയും കാലമായിട്ടും വികസനം എത്തിക്കാൻ മാണിക്ക് കഴിഞ്ഞിട്ടില്ലെന്നും മാണി C കാപ്പൻ പറയുന്നു. ഈ 50 വർഷത്തിനിടെ പാലാ നിയോജകമണ്ഡലത്തിൽ കുടിവെള്ളം എത്താത്ത, ഇലക്ട്രിസിറ്റി എത്താത്ത നിരവധി സ്ഥലങ്ങളുണ്ട് എന്ന് പറഞ്ഞാൽ ലജ്ജിച്ച് തലതാഴ്ത്തേണ്ടി വരുന്നുണ്ട്. ആ സ്ഥിതിയാണ് നിൽക്കുന്നത്. ഇപ്പോൾ ഇവിടെ റബ്ബറിൻ്റെ വിലയിടിവ് ഈ നിയോജകമണ്ഡലത്തിലെ ബഹുഭൂരിപക്ഷം ആളുകളെയും ബാധിച്ചിരിക്കുന്ന ഒരു കാര്യമാണ്. എന്നാൽ ഇക്കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ 31,000 വോട്ടിന്റെ ഭൂരിപക്ഷമാണ് പാലാ നിയോജക മണ്ഡലത്തിൽ UDFന് ലഭിച്ചത്. 12 പഞ്ചായത്തുകളിൽ 10 എണ്ണവും ഭരിക്കുന്നത് UDF ആണ്. അതുകൊണ്ട് തന്നെ തികഞ്ഞ ആത്മവിശ്വാസത്തോടെയാണ് UDF തെരഞ്ഞെടുപ്പിനെ നേരിടുന്നത്. നേരത്തെ പാലാ സീറ്റിനായി NCP ദേശീയ സെക്രട്ടറി ജിമ്മി ജോർജ് രംഗത്തെത്തിയിരുന്നു. എന്നാൽ ജിമ്മിക്ക് ദേശീയ ജനറൽ സെക്രട്ടറി സ്ഥാനം നൽകിയാണ് NCP നേതൃത്വം പ്രശ്നങ്ങൾ പരിഹരിച്ചത്. റിപ്പോർട്ടർ, കോട്ടയം. പുതുതലമുറയ്ക്ക് രാഷ്ട്രീയ ബോധം കുറവാണെന്ന് പലരും പറയും. തങ്ങളുടേതായ ലോകത്ത് ഒതുങ്ങിക്കൂടുന്നവരാണത്രേ പുതുതലമുറക്കാർ. എന്നാൽ ആലപ്പുഴയിലെ LDF സ്ഥാനാർത്ഥി തോമസ് ഐസക്കിനൊപ്പം ഇന്ന് സമരം ചെയ്യാൻ 3 പെൺകുട്ടികളെത്തി. ഇനി ആ കൗതുക കാഴ്ചയിലേക്ക്. കോളേജിനോട് ചേർന്നുള്ള RO പ്ലാന്റിൽ വെള്ളമില്ലാത്തതിനാൽ വേനൽ ചൂടിൽ ദാഹിച്ചു തളർന്നാണ് BBA വിദ്യാർത്ഥികളായ ആമിനയും ജമീനയും രേഷ്മയും കുടിവെള്ളം തേടി വാട്ടർ അതോറിറ്റിയുടെ ആലപ്പുഴ ഓഫീസിലെ പ്ലാന്റിലെത്തുന്നത്. ഓഫീസിന് മുന്നിലെ സമരവും ബഹളവും പോലീസിനെയും ഒക്കെ കണ്ടപ്പോൾ കുട്ടികൾ ആദ്യമൊന്ന് മടിച്ചു നിന്നു. പിന്നെ പതുക്കെ കാര്യം അന്വേഷിച്ചു. തെരഞ്ഞെടുപ്പ് പ്രചാരണം മാറ്റിവെച്ച് വെള്ളത്തിനായി സമരം ചെയ്യുകയാണെന്നറിഞ്ഞപ്പോൾ തോമസ് ഐസക്കിന് ഒരു ഷെയ്ക്ക് ഹാൻഡ്.
യൂണിഫോം അണിഞ്ഞ് തട്ടമിട്ട മുഖവുമായി പെൺകുട്ടികളും ഒപ്പം കൂടിയപ്പോൾ ഐസക്കിന് പോലും അത്ഭുതം. ക്ലാസ്സിൽ ബെല്ലടിക്കാൻ സമയമായതോടെ പെൺകുട്ടികൾ എഴുന്നേറ്റു. അപ്രതീക്ഷിത പിന്തുണയ്ക്ക് തോമസ് ഐസക്കിന്റെ കയ്യിൽ നിന്ന് സമ്മാനവും കൈപ്പറ്റി അവർ അധ്യയനത്തിലേക്ക് മടങ്ങി. ആലപ്പുഴയിൽ നിന്നും ക്യാമറമാൻ പ്രശാന്ത് മംഗലശ്ശേരിക്കൊപ്പം ശരണ്യ സ്നേഹജൻ, റിപ്പോർട്ടർ. നിയമസഭാ തെരഞ്ഞെടുപ്പിനുള്ള നാമനിർദ്ദേശ പത്രികാ സമർപ്പണം നാളെ ആരംഭിക്കും. തെരഞ്ഞെടുപ്പ് വിജ്ഞാപനം കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷൻ നാളെ പുറത്തിറക്കും. ഈ മാസം 29 പത്രിക സമർപ്പിക്കാനുള്ള അവസാന തീയതി. നിയമസഭാ തെരഞ്ഞെടുപ്പ് നടക്കുന്ന സംസ്ഥാനങ്ങളിൽ അവസാനം തെരഞ്ഞെടുപ്പ് നടക്കുന്ന സ്ഥലമാണ് കേരളം. തെരഞ്ഞെടുപ്പ് രംഗം ഇതിനോടകം തന്നെ ചൂടുപിടിച്ചിട്ടുണ്ടെങ്കിലും വിജ്ഞാപനം നാളെ മാത്രമേ പുറത്തു വരികയുള്ളൂ. ഇതോടെ സ്ഥാനാർത്ഥികൾക്ക് നാമനിർദ്ദേശ പത്രിക സമർപ്പിക്കാൻ സാധിക്കും. നിയോജക മണ്ഡലത്തിലെ വരണാധികാരികൾക്ക് മുന്നിലോ ഉപവരണാധികാരികൾക്ക് മുന്നിലോ രാവിലെ 11 മണി മുതൽ വൈകിട്ട് 3 മണി വരെ പത്രിക സമർപ്പിക്കാം. പൊതു അവധി ദിവസങ്ങളിൽ പത്രിക സ്വീകരിക്കില്ല. ഈ മാസം 29 പത്രിക സമർപ്പിക്കാനുള്ള അവസാന തീയതി. 30 സൂക്ഷ്മ പരിശോധന നടക്കും. 31 പത്രിക പിൻവലിക്കാനുള്ള അവസാന തീയതി. മെയ് 16 തെരഞ്ഞെടുപ്പ്. മെയ് 19 വോട്ടെണ്ണൽ. ഓരോ സ്ഥാനാർത്ഥിയും കുറഞ്ഞത് ഒരു സെറ്റിൽ കൂടുതൽ പത്രിക സമർപ്പിക്കണം. സ്വത്ത്, വിദ്യാഭ്യാസം, കേസുകളുണ്ടെങ്കിൽ അതിന്റെ വിശദാംശങ്ങൾ തുടങ്ങിയവ നാമനിർദ്ദേശ പത്രികയ്ക്കൊപ്പം സമർപ്പിക്കണം. റിപ്പോർട്ടർ, തിരുവനന്തപുരം. പശ്ചിമ ബംഗാൾ നിയമസഭാ തെരഞ്ഞെടുപ്പിന്റെ 3ാം ഘട്ടത്തിൽ മികച്ച പോളിംഗ്. 62 മണ്ഡലങ്ങളിലേക്ക് നടന്ന വോട്ടെടുപ്പിൽ 80% പോളിംഗ് രേഖപ്പെടുത്തി. തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് വ്യാപക അക്രമമാണ് അരങ്ങേറിയത്. മുർഷിദാബാദിൽ തൃണമൂൽ കോൺഗ്രസ് പ്രവർത്തകരുടെ ബോംബേറിൽ CPIM പ്രവർത്തകൻ കൊല്ലപ്പെട്ടു. കഴിഞ്ഞ ഘട്ടങ്ങളിലേതുപോലെ 3ാം ഘട്ടത്തിലും മികച്ച പോളിംഗ് രേഖപ്പെടുത്തി പശ്ചിമ ബംഗാൾ. മുർഷിദാബാദിലെ 22, നാദിയയിലെ 17, ബർദ്വാനിലെ 16, കൊൽക്കത്തയിലെ 7 മണ്ഡലങ്ങളിലും ഉൾപ്പെടെ 62 മണ്ഡലങ്ങളിലേക്കാണ് വോട്ടെടുപ്പ് നടന്നത്. നഗരഗ്രാമ വ്യത്യാസമില്ലാതെ മിക്ക പോളിംഗ് സ്റ്റേഷനുകളിലും രാവിലെ മുതൽ തന്നെ വോട്ടർമാരുടെ നീണ്ട നിര പ്രകടമായിരുന്നു. പലയിടത്തും അക്രമം അരങ്ങേറി. മുർഷിദാബാദിലെ ഡോങ്കോലിൽ CPIM പ്രവർത്തകൻ കൊല്ലപ്പെട്ടു. തൃണമൂൽ പ്രവർത്തകർ നടത്തിയ ബോംബേറിലാണ് ഇയാൾ കൊല്ലപ്പെട്ടതെന്ന് പോലീസ് അറിയിച്ചു. സംഘർഷത്തെക്കുറിച്ച് മുർഷിദാബാദ് SP തെരഞ്ഞെടുപ്പ് കമ്മീഷന് റിപ്പോർട്ട് കൈമാറി. ജോർസോങ്കയിൽ വെച്ച് തൃണമൂൽ പ്രവർത്തകർ കേന്ദ്രമന്ത്രി ബാബുൽ സുപ്രിയോയെ കയ്യേറ്റം ചെയ്തു. നാദിയ ജില്ലയിലെ ഗയേഷ്പൂരിൽ തൃണമൂൽ കോൺഗ്രസ് പ്രവർത്തകരും CPIM പ്രവർത്തകരും തമ്മിലുണ്ടായ സംഘർഷത്തിൽ 2 CPIM പോളിംഗ് ഏജന്റുമാർക്ക് പരിക്കേറ്റു. മുർഷിദാബാദിൽ പോളിംഗ് സ്റ്റേഷന് പുറത്ത് തൃണമൂൽ കോൺഗ്രസ് പ്രവർത്തകർ തമ്മിൽ ഏറ്റുമുട്ടി. ബർദ്വാനിലെ കേറ്റുഗ്രാമിൽ നാടൻ ബോംബ് സ്ഫോടനത്തിൽ 3 പേർക്ക് പരിക്കേറ്റു. വോട്ടർമാരെ സ്വാധീനിക്കാൻ ശ്രമിച്ചതിന് ഉത്തര കൊൽക്കത്തയിലെ ബലിഘട്ടയിൽ 11 പേരെ അറസ്റ്റ് ചെയ്തു. ഇതിനിടെ തെരഞ്ഞെടുപ്പ് കമ്മീഷനെതിരെ മോശമായ പരാമർശങ്ങൾ നടത്തിയ തൃണമൂൽ നേതാവ് അൻവർ ഖാനെ പോലീസ് അറസ്റ്റ് ചെയ്തു. തൃണമൂൽ മന്ത്രിമാരായ ശശി പാഞ്ച, സാധൻ പാണ്ഡെ, BJP ദേശീയ സെക്രട്ടറി രാഹുൽ സിൻഹ, 5 തവണ കോൺഗ്രസ് MLA മുഹമ്മദ് സൊഹ്റാബ്, CPIM നേതാവ് അനീസുർ റഹ്മാൻ തുടങ്ങിയവരാണ് ഇന്ന് ജനവിധി തേടിയ പ്രമുഖർ. റിപ്പോർട്ടർ, ദില്ലി. UDF സർക്കാരിന്റെ അഴിമതി കഥകൾ എണ്ണിപ്പറഞ്ഞ് പിണറായി വിജയനു വേണ്ടി വോട്ടഭ്യർത്ഥിച്ച് VS ധർമ്മടത്ത്. അഴിമതിക്കെതിരെയുള്ള UDFന്റെ പ്രകടന പത്രിക കണ്ട് തനിക്ക് ചിരിയടക്കാൻ കഴിഞ്ഞില്ലെന്ന് VS പരിഹസിച്ചു. 31 അഴിമതി കേസുകളിൽ പ്രതിയായ മുഖ്യമന്ത്രിയാണ് അഴിമതിക്കെതിരെ പറയുന്നതെന്നും VS പറഞ്ഞു. ആവേശോജ്വലമായ സ്വീകരണമാണ് ധർമ്മടം ചക്കരക്കല്ലിലെത്തിയ VSന് അണികൾ നൽകിയത്. പിണറായി വിജയന് വോട്ടഭ്യർത്ഥിച്ചുകൊണ്ടായിരുന്നു VS പ്രസംഗം ആരംഭിച്ചത്. ധർമ്മടം നിയോജക മണ്ഡലത്തിൽ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ സ്ഥാനാർത്ഥിയായി സഖാവ് പിണറായി വിജയൻ മത്സരിക്കുന്നു. അദ്ദേഹത്തിന് നിങ്ങളുടെ എല്ലാ പേരുടെയും വോട്ടു നൽകി ചുറ്റികേറുവാൻ നക്ഷത്ര ചിഹ്നത്തിൽ വോട്ടു നൽകി അഭിമാനകരമായ ഭൂരിപക്ഷത്തോടെ വിജയിപ്പിക്കണമെന്ന് ഞാൻ വിനീതമായി അഭ്യർത്ഥിക്കുകയാണ്. പിന്നീട് മുഖ്യമന്ത്രി ഉൾപ്പെടെയുള്ള മന്ത്രിമാർക്കെതിരായ അഴിമതി ആരോപണങ്ങൾ എണ്ണിപ്പറഞ്ഞ VSന്റെ പ്രസംഗം ആവേശത്തോടെയാണ് പ്രവർത്തകർ വരവേറ്റത്. UDFന്റെ മാനിഫെസ്റ്റോ വായിക്കാനിടയായി. ആ മാനിഫെസ്റ്റോയിൽ പറയുന്നത് അഴിമതിരഹിതമായ ഒരു ഭരണമായിരിക്കും ഞങ്ങൾ കാത്തുവെക്കുന്നത് എന്നാണ്. എനിക്കുണ്ടായ ചിരിക്ക് അവസാനമുണ്ടായില്ല.
136 അഴിമതി കേസുകളിലായി 2920 ഏക്കർ തീരെഴുതിയ കേസിലാണ് മന്ത്രിമാർ പ്രതികളായതെന്ന് VS പറഞ്ഞു. മന്ത്രിസഭയിലെ ഒരു സ്ത്രീ ഒഴികെ മറ്റെല്ലാവരും അഴിമതി കേസുകളിലെ പ്രതിയാണെന്നും VS കൂട്ടിച്ചേർത്തു. ഇടതുപക്ഷം അധികാരത്തിലെത്തിയാൽ സ്ത്രീകൾക്ക് പ്രത്യേക വകുപ്പുണ്ടാകുമെന്നും VS പറഞ്ഞു. റിപ്പോർട്ടർ, കണ്ണൂർ. ഏതെങ്കിലും ഒരു വിഷയത്തിൽ അഭിപ്രായം പറഞ്ഞാൽ അത് മാറ്റാറില്ല CPIM പോളിറ്റ് ബ്യൂറോ അംഗം പിണറായി വിജയൻ. എത്ര വിവാദമായാലും അതിൽ ഉറച്ചു തന്നെ നിൽക്കും. VS അച്യുതാനന്ദനെതിരായ പരാമർശങ്ങളുള്ള പ്രമേയം പാർട്ടി കമ്മീഷന്റെ പരിഗണനയിലാണെന്ന് പിണറായി വിജയൻ ഇന്നും പറഞ്ഞു. പിണറായിയുടെ വാക്കുകളാണ് ഇന്ന് ഉച്ചഭാഷിണി. ഇതിനകത്ത് VS പാർട്ടി വിരുദ്ധനാണ് എന്ന് ഒരിടത്തും ഞാൻ പറയുന്നില്ലാലോ. ചോദ്യത്തിനുള്ള ഉത്തരം പറയാതെയും പറ്റില്ലല്ലോ. ചോദ്യത്തിന് ഉത്തരം എന്താണോ ശരിക്കുള്ളത് ആ ഉത്തരം ശരിക്കും പറയുകയാണ്. പിന്നെ ഒരു വാചകം കൂടി എനിക്കതിൽ പറയാമായിരുന്നു. അതെന്താ? ആ കാര്യങ്ങളെല്ലാം PB കമ്മീഷന്റെ മുന്നിൽ പരിശോധനയിലാണ്. അത് ഞാൻ പറഞ്ഞിട്ടില്ല. വരുന്ന തെരഞ്ഞെടുപ്പിൽ UDFുമായി സഹകരിക്കുമെന്ന് ഫോർവേഡ് ബ്ലോക്ക് ദേശീയ ജനറൽ സെക്രട്ടറി G. ദേവരാജൻ. 30 വർഷം ഇടതിനൊപ്പം നിന്നിട്ടും വഞ്ചനാപരമായ നിലപാടാണ് LDF സ്വീകരിച്ചതെന്നും ദേവരാജൻ പറഞ്ഞു. സഖ്യത്തിലെ സജീവ സാന്നിധ്യമായ ഫോർവേഡ് ബ്ലോക്ക് കേരളത്തിലെ LDFിൻ്റെ എല്ലാ സമരപരിപാടികളിലെയും സജീവ സാന്നിധ്യവുമാണ്. കഴിഞ്ഞ എല്ലാ തിരഞ്ഞെടുപ്പുകളിലും LDFുമായി സഹകരിച്ച് എല്ലാ തിരഞ്ഞെടുപ്പ് പ്രചാരണ പ്രവർത്തനങ്ങളിലും ഫോർവേഡ് ബ്ലോക്ക് പങ്കെടുത്തിട്ടുമുണ്ട്. എന്നാൽ ഈ തെരഞ്ഞെടുപ്പിൽ ഫോർവേഡ് ബ്ലോക്കിന് ഒരു സീറ്റ് തരാതെയും ഫോർവേഡ് ബ്ലോക്കിനെ മുന്നണിയിൽ ഉൾപ്പെടുത്താതെയും അവഗണിച്ച LDF നടപടി തികഞ്ഞ രാഷ്ട്രീയ വഞ്ചനയാണ്. ഈ തെരഞ്ഞെടുപ്പിലും ഫോർവേഡ് ബ്ലോക്ക് LDFുമായി സഹകരിക്കണമെന്ന് മുന്നണി കൺവീനറുടെ അഭ്യർത്ഥന തള്ളിക്കളയുവാൻ ഇന്ന് കൊല്ലത്ത് ചേർന്ന പാർട്ടി സംസ്ഥാന കമ്മിറ്റി യോഗം ഐക്യകണ്ഠേന തീരുമാനിച്ചു. കേരളത്തിലെ രാഷ്ട്രീയം 2 കേന്ദ്രങ്ങളിലായി ധ്രുവീകരിക്കപ്പെട്ടിരിക്കുന്ന സാഹചര്യത്തിൽ ഐക്യജനാധിപത്യ മുന്നണിയുമായി ഫോർവേഡ് ബ്ലോക്കിന്റെ സംസ്ഥാന നേതൃത്വം ആരംഭിച്ച ചർച്ചകൾ തുടർന്നു കൊണ്ടുപോകുന്നതിനും ഫോർവേഡ് ബ്ലോക്കിന്റെ സംസ്ഥാന സെക്രട്ടേറിയറ്റിന് ഇന്ന് ചേർന്ന യോഗം ചുമതലപ്പെടുത്തി. വികസന കാഴ്ചപ്പാടുകൾ യുവജനങ്ങളോട് വിശദീകരിച്ച് പിണറായി വിജയൻ. ഇടതുപക്ഷം അധികാരത്തിലെത്തിയാൽ IT, ഇലക്ട്രോണിക് മേഖലകൾക്ക് പ്രാധാന്യം നൽകി തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കുമെന്ന് പിണറായി വിജയൻ പറഞ്ഞു. LDF കൊല്ലം ജില്ലാ കമ്മിറ്റി സംഘടിപ്പിച്ച വിദ്യാർത്ഥി യുവജന സംഗമത്തിൽ സംസാരിക്കുകയായിരുന്നു പിണറായി. വിദേശങ്ങളിലും അന്യസംസ്ഥാനങ്ങളിലും IT മേഖലകളിൽ ജോലി ചെയ്യുന്നവരിൽ കൂടുതലും കേരളത്തിൽ നിന്നുള്ളവരാണ്. കേരളത്തിന്റെ IT അവസരങ്ങൾ UDF സർക്കാർ നശിപ്പിച്ചതിനെ തുടർന്നാണ് യുവാക്കൾ ജോലി തേടി പുറത്തേക്ക് പോകേണ്ടി വരുന്നത്. പതിനായിരങ്ങൾക്ക്, അതിലൂടെ ലക്ഷങ്ങൾക്ക് ഈ കേരളത്തിൽ നമുക്ക് തൊഴിലവസരം ഉറപ്പു നൽകാനാകും. ഇങ്ങനെ യുവജനങ്ങളുടെ പ്രശ്നങ്ങൾ ശരിയായ രീതിയിൽ കണ്ടുകൊണ്ടുള്ള ഒരു മാനിഫെസ്റ്റോവാണ് LDF മുന്നോട്ട് വെച്ചിരിക്കുന്നത്. ഇലക്ട്രോണിക്സ് നിർമ്മാണ മേഖലയിൽ രാജ്യത്തിന് മാതൃകയായിരുന്നു കെൽട്രോൺ. എന്നാൽ കഴിഞ്ഞ 5 വർഷം കൊണ്ട് കെൽട്രോണും തകർന്നു. വിവിധ സംസ്ഥാനങ്ങൾ കെൽട്രോണിനെയായിരുന്നു സമീപിച്ചിരുന്നത് പല കാര്യങ്ങൾ. എന്നാൽ അതിൻ്റെ മുന്നോട്ടുള്ള യാത്ര നോക്കിയാൽ ഒരിടത്ത് നിന്നും പിന്നെ മുന്നോട്ട് പോയില്ല. പിന്നെ യാത്ര പുറകോട്ടായി എന്ന് പറഞ്ഞാലും തെറ്റൊന്നുമില്ല. ഇലക്ട്രോണിക്സ് നിർമ്മാണ മേഖലയിൽ കേരളത്തിന് ഒരു സിലിക്കൺ വാലിയാകാമെന്നും പിണറായി പറഞ്ഞു. പരിസ്ഥിതി, മാലിന്യ സംസ്കരണ പ്രശ്നങ്ങളിലും ഭാവി മുന്നിൽ കണ്ടാണ് ഇടതുപക്ഷത്തിന്റെ പ്രകടന പത്രിക തയ്യാറാക്കിയിട്ടുള്ളതെന്നും പിണറായി അവകാശപ്പെട്ടു. മാലിന്യ വിമുക്തമാക്കാൻ, വെള്ളം, നല്ല വെള്ളം എന്നവർക്ക് കിട്ടാൻ ഉള്ള എന്തെങ്കിലും നടപടി സ്വീകരിച്ചതായി ആരെങ്കിലും കേട്ടോ? എന്തെങ്കിലും ചെയ്തോ ഗവൺമെന്റ്? അപ്പൊ നാടിന്റെ കാര്യങ്ങൾ ചിന്തിക്കാൻ ആ ഗവൺമെന്റ് കഴിഞ്ഞിട്ടില്ല. LDF പറയുന്നത് ഈ മേഖലയെല്ലാം മാലിന്യമുക്തമാവണം. റിപ്പോർട്ടർ, കൊല്ലം. നിയമസഭാ തെരഞ്ഞെടുപ്പ് അടുത്തിരിക്കെ സർക്കാരിനും വഖഫ് ബോർഡിനുമെതിരെ സമരവുമായി കാന്തപുരം ഭാഗം രംഗത്തെത്തി. തങ്ങൾക്ക് നീതി നിഷേധിക്കപ്പെട്ടു എന്നാരോപിച്ച് കേരള മുസ്ലിം ജമാഅത്തിന്റെ നേതൃത്വത്തിൽ വഖഫ് ബോർഡ് ഡിവിഷൻ ഓഫീസിലേക്ക് മാർച്ച് നടത്താൻ തീരുമാനിച്ചു. നിയമസഭാ തെരഞ്ഞെടുപ്പിൽ കാന്തപുരം ഭാഗം ഇടതുപക്ഷത്തെ പിന്തുണയ്ക്കുമെന്ന സൂചനയ്ക്കിടെയാണ് ലീഗ് നോമിനി ചെയർമാനായ വഖഫ് ബോർഡിനെതിരെ പരസ്യ പ്രതിഷേധവുമായുള്ള സംഘടനയുടെ രംഗപ്രവേശം. വഖഫ് ബോർഡ് ഏകപക്ഷീയമായി തീരുമാനങ്ങൾ എടുക്കുന്നുവെന്നാണ് കാന്തപുരം വിഭാഗത്തിന്റെ ആരോപണം. മുഖ്യമന്ത്രി അടക്കമുള്ളവരുടെ ശ്രദ്ധയിൽപ്പെടുത്തിയിട്ടും നീതി ലഭിച്ചില്ല. ഈ സാഹചര്യത്തിലാണ് മുസ്ലിം ജമാഅത്ത് സമരം ആരംഭിക്കുന്നത്. ശനിയാഴ്ച വഖഫ് ബോർഡിന്റെ ഡിവിഷണൽ ഓഫീസിലേക്ക് മാർച്ച് നടത്തും. ഈ ജുഡീഷ്യൽ സംവിധാനം എന്ന നീതിന്യായ സംവിധാനത്തിൻ്റെ ഉന്നതിയിൽ നിൽക്കേണ്ട ബോർഡ് അംഗങ്ങളിൽ ബഹുഭൂരിപക്ഷവും കേരളത്തിലെ സുന്നികളായ ഞങ്ങളുടെ സ്ഥാപനങ്ങളുമായി ബന്ധപ്പെട്ടുള്ള പല തർക്കങ്ങളിലും ഏകപക്ഷീയവും പക്ഷപാതപരവുമായ നിലപാടുകളാണ്
സ്വീകരിച്ച് കാണുന്നത്. നീതി നിഷേധം തിരഞ്ഞെടുപ്പിൽ നയം തീരുമാനിക്കുന്നതിനെയും സ്വാധീനിച്ചേക്കാമെന്നും നേതാക്കൾ സൂചന നൽകി. കേരളത്തിൽ ഞങ്ങൾക്ക് ലഭിക്കേണ്ട നീതി ആരുടെ ഭാഗത്തു നിന്നാണോ ആ നീതി നിഷേധിക്കപ്പെടുന്നത് അത് സ്വാഭാവികമായും ഞങ്ങളുടെ ചർച്ചകളിൽ ഉരുത്തിരിയും എന്നത് ഉറപ്പല്ലേ? ഞങ്ങളുടെ ചർച്ചകളുടെ സൂചനയിൽ അത് വരും. സമസ്ത EK വിഭാഗത്തിന് മഹല്ല് ഭരണസമിതികൾ പിടിച്ചെടുക്കാൻ മുസ്ലിം ലീഗ് നോമിനി ചെയർമാനായ വഖഫ് ബോർഡ് കൂട്ടുനിൽക്കുന്നുവെന്നാണ് പ്രധാനമായും കാന്തപുരം വിഭാഗത്തിന്റെ ആരോപണം. മുഖ്യമന്ത്രി കാന്തപുരവുമായി കൂടിക്കാഴ്ച നടത്തി 2 ദിവസം പിന്നിടുമ്പോഴേക്കും സർക്കാരിനെതിരെ സമരം പ്രഖ്യാപിച്ചത് തിരഞ്ഞെടുപ്പ് അടുത്തിരിക്കെ മുസ്ലിം ജമാഅത്ത് അണികൾക്ക് നൽകുന്ന കൃത്യമായ രാഷ്ട്രീയ സന്ദേശം കൂടിയായി മാറും. റിപ്പോർട്ടർ, കോഴിക്കോട്. LDF-നെ UDF-നെ മാറി മാറി വിജയിപ്പിച്ച മണ്ഡലമാണ് തൃശൂർ ജില്ലയിലെ ഒല്ലൂർ. CPI സ്ഥാനാർത്ഥിയായി K രാജനും കോൺഗ്രസിന് വേണ്ടി സിറ്റിംഗ് MLA MP വിൻസെന്റും പ്രചാരണ രംഗത്ത് സജീവമാണ്. BDJS-നെയാണ് NDA മണ്ഡലത്തിൽ പരിഗണിച്ചിരിക്കുന്നത്. ജാതിമത സമവാക്യങ്ങൾ വിധി നിർണ്ണയിക്കുന്ന മണ്ഡലത്തിൽ പ്രചാരണം ഉച്ചസ്ഥായിലെത്തി. വോട്ടുറപ്പിക്കാനുള്ള നെട്ടോട്ടത്തിലാണ് ഒല്ലൂരിലെ സ്ഥാനാർത്ഥികൾ. സ്ഥാനാർത്ഥി നിർണയം ആദ്യം പൂർത്തിയായതും പ്രചരണ രംഗത്ത് മുന്നോട്ട് പോയതും നേട്ടമായാണ് LDF-ന്റെ വിലയിരുത്തൽ. AIYF സംസ്ഥാന സെക്രട്ടറി കൂടിയായ K രാജനാണ് സ്ഥാനാർത്ഥി. പരമാവധി വോട്ടർമാരെ നേരിട്ട് കണ്ട് വോട്ടഭ്യർത്ഥിക്കുന്ന തിരക്കിലാണ് K രാജൻ. തീർച്ചയായും ആത്മവിശ്വാസം ഓരോ റൗണ്ട് കഴിയുന്തോറും വർദ്ധിക്കുകയാണ്. ജനങ്ങളുടെ വികാരം എങ്ങനെയാണ്? ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ പ്രകടന പത്രിക കൂടി വന്നതോടെ വളരെ വലിയ പിന്തുണ ജനങ്ങളുടെ കയ്യിൽ നിന്ന് ഞങ്ങൾക്ക് പ്രതീക്ഷിക്കുന്നുണ്ട്. അതിന്റെ പ്രതികരണവും ഞങ്ങൾക്ക് ലഭ്യമാകുന്നുണ്ട്. മുഖവുര ആവശ്യമില്ലാത്ത സ്ഥാനാർത്ഥിയാണ് കോൺഗ്രസിന്റേത്. സ്ഥാനാർത്ഥി നിർണയത്തിന്റെ അവസാന ഘട്ടത്തിലാണ് MP വിൻസെന്റിനെ വീണ്ടും രംഗത്തിറക്കാൻ കോൺഗ്രസ് തീരുമാനിച്ചത്. വികസനത്തിന് വോട്ട് എന്ന മുദ്രാവാക്യമുയർത്തിയാണ് UDF-ന്റെ പ്രചരണം. NDA സ്ഥാനാർത്ഥിയായി BDJS പ്രതിനിധി PK സന്തോഷാണ് മത്സരരംഗത്തുള്ളത്. SNDP-ക്ക് നിർണായക സ്വാധീനമുണ്ട് മണ്ഡലത്തിൽ. മലയോര കർഷകരും ആദിവാസി സമൂഹവും ക്രിസ്തീയ സഭയും ഒല്ലൂരിന്റെ വിധി തീരുമാനിക്കുന്നതിൽ പ്രധാന പങ്ക് വഹിക്കുന്നു. മാടക്കത്തറ, നടത്തറ, പാണഞ്ചേരി, പുത്തൂർ പഞ്ചായത്തുകളും കോർപ്പറേഷൻ ഡിവിഷനുകളും ഒത്തുചേരുന്നതാണ് ഒല്ലൂർ മണ്ഡലം. 14-ൽ 9 തവണ കോൺഗ്രസിനൊപ്പം നിന്നു ഒല്ലൂരിന്റെ രാഷ്ട്രീയ മനസ്സ്. മണ്ഡലത്തിൽ ഭരണവിരുദ്ധ വികാരം പ്രകടമാണെന്നും അത് തങ്ങൾക്ക് അനുകൂലമായ വോട്ടുകളാകുമെന്നുമാണ് ഇടതുമുന്നണിയുടെ പ്രതീക്ഷ. ക്യാമറമാൻ കൃഷ്ണപ്രസാദിനൊപ്പം സുർജിത്ത് അയ്യപ്പത്ത്, റിപ്പോർട്ടർ. കേന്ദ്രീകൃത പരസ്യവാചകങ്ങളും സോഷ്യൽ മീഡിയ പ്രചാരണവുമൊക്കെ അരങ്ങ് തകർക്കുകയാണ്. നിരവധി ഹ്രസ്വചിത്രങ്ങളും പ്രചാരണത്തിന്റെ ഭാഗമായി ഇറങ്ങിയിട്ടുണ്ട്. LDF-നായി സംവിധായകൻ B ഉണ്ണികൃഷ്ണൻ ഒരുക്കിയ ഹ്രസ്വചിത്രമാണ് ഇന്ന് ചുവരെഴുത്തിൽ. കഥയിലെ കുതിരെ പോലെ മെട്രോ ട്രെയിനും പറക്കുന്ന ട്രെയിൻ ആകണം അല്ലേ അച്ഛാ? കഥയിലെ കള്ളം സുന്ദരമാണ് മോളെ. പക്ഷേ ഭരിക്കുന്നവർ ജനങ്ങളോട് പറയുന്ന കള്ളങ്ങൾക്ക് വഞ്ചന എന്ന് പറയും. മോളാരോടും കള്ളം പറയരുത് കേട്ടോ. പറയുന്നതേ ചെയ്യാവൂ, ചെയ്യാൻ കഴിയുന്നതേ പറയാവൂ. ഇനി ചരിത്രപഥം. കേരള നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഏറ്റവും കുറവ് പോളിംഗ് രേഖപ്പെടുത്തിയത് 1957-ലായിരുന്നു. 1960-ലെ കൂടിയ പോളിംഗ് ശതമാനം ഇതുവരെ മറികടന്നിട്ടില്ല. 1957-ലെ ആദ്യ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ 65.49 പോളിംഗ് ശതമാനം. നിയമസഭാ തെരഞ്ഞെടുപ്പിലെ ഏറ്റവും കുറഞ്ഞ പോളിംഗ് ശതമാനവും അതുതന്നെ. 1960-ലാണ് ഏറ്റവും കൂടുതൽ പോളിംഗ് ശതമാനം രേഖപ്പെടുത്തിയത്, 85.72. 1965-ൽ 75.12, 1967-ൽ 75.67, 1977-ൽ 79.19, 1980-ൽ 72.23, 1982-ൽ 73.51, 1991-ൽ 73.42 എന്നിങ്ങനെയായിരുന്നു പോളിംഗ് ശതമാനം. 1996-ൽ 71.16, 2001-ൽ 72.47 പോളിംഗ് ശതമാനം. 2006-ൽ 72.38 പോളിംഗ് ശതമാനമെങ്കിൽ 2011-ൽ അത് 74.92 ഉയർന്നു. പോളിംഗ് ശതമാനത്തിൽ സമീപകാലത്ത് കാണുന്നത് 2 മുതൽ 3% വരെ വ്യത്യാസം മാത്രമാണ്. ഇലക്ഷൻ ഡെസ്ക്, റിപ്പോർട്ടർ.
മഷ്നോട്ടം പൂർത്തിയാകുന്നു. നമസ്കാരം.